ഹലോ ഗേയ്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ അമൃതം പൊടിയിനെ കൊണ്ട് ഒരു പരിപാടിയാക്കുന്നതാണ്. കിണ്ണത്തപ്പലാക്കുന്ന പോലെ അമൃതം പൊടിയിനെ കൊണ്ടാണ്. അപ്പോൾ ഏലക്കായ പൊടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അമൃതം പൊടി ഇതാ ഞാൻ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ പാൽ, മുൻപാൽ തേങ്ങേൻ്റെ ഇത് രണ്ടും. പിന്നെ മൂന്നാമത്തേൽ കുറച്ച്, പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാമും. അപ്പോൾ ഇതെല്ലാം കൂടി നെയ്യിൽ നമുക്ക് വറുത്തെടുക്കണം. വെല്ലം ഇവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്, ഏകദേശം ഉരുകി വരുന്നുണ്ട്. ഇതാ വെല്ലം ഉരുക്കിയിട്ടുണ്ട്. ഇതിനി അരിച്ചെടുക്കണം. അപ്പം നമുക്ക് ഈ പഴമെല്ലാം വറുത്തെടുക്കാം. അതുകൊണ്ട് അങ്ങനെ എടുക്കതല്ല. അപ്പം ഇതിലേക്ക് പാന് കാഞ്ഞ് കഴിഞ്ഞാൽ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എടുത്ത് വെക്കണം, വറുത്തെടുക്കണം. നമുക്കതിനെ പാന് വെച്ച്. അപ്പം ഞാൻ ഈ അമൃതം പൊടീനെ ഈ പാലിൻ്റെ അകത്തെല്ലാം കലക്കട്ടെ. കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ശരിക്കും മനസ്സിലാവുന്നില്ല, എനിക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ? അപ്പം ഞാനിതാ ഇതിൻ്റെ അകത്തേക്ക് കലക്കി വെക്കട്ടെ. എന്നിട്ട് ഇതിനെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ പൊടി മൊത്തം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല വൃത്തിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കലക്കിയെടുക്കുക. ഈ പൊടീനെ കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കണം. കട്ട ഉണ്ടായി കഴിഞ്ഞാൽ ഇടക്കിടക്കുന്ന് കട്ട ഇങ്ങനെയായിട്ട് അത് വേവാത്ത പോലെയായിപ്പോവും. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കലക്കിയെടുക്കുക. ഏടി കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇതാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ശരിയാക്കും. ഇത് കലക്കിയെടുത്തു. അപ്പം ഇനി നമുക്ക് അടിപൊളിയായിട്ട് കലങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാനിൻ്റെ അകത്തേക്ക്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് എല്ലാ സ്ഥലത്തും ആക്കിയിട്ട് നമുക്ക് ആദ്യം ബദാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിനെ വറുത്തെടുക്കാം. അധികം ചോക്കൊന്നും വേണ്ട, ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ബദാം പഴത്തിനെ കുറച്ച് നേരം ആക്കണം. പഴം ശരിക്ക് കുറച്ച് നേരം ആക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. വേറെ ഞാൻ ഇതിൽ തേങ്ങയൊന്നും ഇടുന്നില്ല. തേങ്ങ പാലിലാക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇതിൽ തേങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് ഇത്രയായി. ഞാൻ ഇതിനെ ഇതിനകത്തേക്ക് എടുക്കുന്നുണ്ട്. എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കട്ടെ. ഇനി നമുക്ക് പഴത്തിന് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. പഴത്തിന് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പഴവും കൂടി ഒന്ന് വറുത്തിട്ടെടുക്കും. അതിൻ്റെ ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആക്കട്ടെ. പഴം ഒന്ന് വറുത്തിട്ടെടുക്കട്ടെ. പിന്നെ ഞാൻ പഴമെല്ലാം നെയ്യിൽ നല്ല അടിപൊളിയായിട്ട് വറുത്തിട്ടുണ്ട്. അധികം ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതും കൂടി കോരി ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇതും കൂടി എടുത്ത് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് അപ്പോൾ ഞാൻ ഈ റെഡിയാക്കി വെച്ച ഈ
കൂട്ടുണ്ടല്ലോ, അമൃതം പൊടീൻ്റെ കൂട്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല, കുറച്ചിട്ടേ വെക്കാൻ പാടുള്ളൂ. തീ കൂട്ടിക്കഴിഞ്ഞാൽ ഉടനെ കട്ടയാവും സംഭവം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരുന്നോളൂ. അപ്പോൾ അത് കുറുകി വരണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ വെല്ലം ഇതിൻ്റെ അകത്തേക്ക് ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുന്നത്. അധികം വെല്ലം ഞാൻ എടുത്തിട്ടില്ല, ഇത് തന്നെ മധുരമുള്ളതായതുകൊണ്ട് കുറച്ച് മാത്രമേ മധുരം എടുത്തിട്ടുള്ളൂ, വെല്ലം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അധികം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുണ്ട് കളിക്കും, ഉളുത്തിരിഞ്ഞ പോലെയാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കുട്ടികൾക്ക് കുറുക്ക് കാച്ചുന്ന പോലെ കാച്ചിക്കോളുക, കാച്ചി കാച്ചി കുറുക്കി 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 കട്ടിയായി വരും. അപ്പോൾ അതിൻ്റെ ശേഷം ഇതായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലാണ് ഇത് മാറ്റുക, ഈ പാത്രത്തിൻ്റെ അകത്തേക്കാണ് മാറ്റുക. ഇതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കും, എന്നിട്ട് അതിലേക്ക് ആക്കും. അപ്പോൾ നല്ല അപ്പം പോലെ, കിണ്ണത്തപ്പം പോലെ തന്നെ കിട്ടും നമുക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇത് കുറുക്കിയതിന് ശേഷം നമുക്ക് കാണാം. എന്നാൽ ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് നീണ്ടു പോകും ചിലപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സമയമാകുമ്പോൾ ആയിരിക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് മാത്രമാകുമ്പോൾ എല്ലാവരും കാണും. ഒരുപാട് വീഡിയോ നീണ്ടു പോകുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് വരും. അപ്പോൾ എത്രയാണ് ഇത് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ അധികം ആൾക്കാരെ മടുപ്പിക്കുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് കുറുകിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇളക്കുന്നോ ആക്കുന്നോ അധികം കാണിച്ചു തരാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തു. ആദ്യത്തെ പാലെടുത്ത് വെച്ച് അത് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആ ഒഴിക്കുന്നതെല്ലാം വീഡിയോ പിടിച്ചു, പക്ഷേ അതിൽ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ക്ഷമിക്കണേ, നിങ്ങളത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഒഴിച്ച്. അപ്പോൾ ഇത് വീഡിയോ ഓണായിട്ടില്ലേന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓണായ പോലെ തന്നെ തോന്നി. അപ്പോൾ ഞാൻ പഴവും ബദാമും ഇതിൻ്റെ അകത്തുനിന്ന് കുറേശ്ശെ എടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തു. എല്ലാം കൂടി ഞാനിപ്പോൾ മിക്സാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇത് കുറുകി വന്നിട്ടാകുമ്പോൾ വേണം നമുക്ക് വാങ്ങാം. നല്ല അടിപൊളിയായിട്ട് കുറുകി വരണം. കുറച്ചുകൂടി കുറുകാൻ ബാക്കിയുണ്ട്. കുറുകി 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 നല്ല കട്ടിയായിട്ട് വരും. അപ്പോഴാണ് നമ്മളിത് വാങ്ങുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എല്ലാ സാധനത്തിനും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിടുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇതിന് ഞാനൊന്ന് വെറുതെ ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഗൈസ്. അപ്പോൾ ഞാനിനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് നെയ്യും കൂടി വെച്ചേക്കാം, ഒരു ലേശം. അപ്പോൾ ഇനി ഓക്കെ, ഇനി പാത്രത്തിൽ തടവിയിട്ടാക്കിയതുകൊണ്ട് അപ്പോൾ എല്ലാം റെഡിയായി. കണ്ടല്ലോ, ഇതാണ് പരിപാടി. ഇതാണ് ഇനി കുറുകി വരേണ്ടത്. വേഗം കുറുകി വരും, അധികം നേരമൊന്നും വൈകണ്ട. അപ്പം എല്ലാം കുറുകിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങുന്നതാണിത്. അപ്പോൾ വാങ്ങിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം, നമുക്ക് തണിയാനൊന്നും വെക്കണ്ട. ഈ പാത്രത്തിലേക്കാണ് ഞാനിത് ഇടുന്നത്, ഈ പാത്രത്തിലേക്ക്. അപ്പോൾ ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫാക്കുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ നെയ്യും പുരട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിത് ഇതിലേക്ക്
അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എല്ലാം ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പഴങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കണം. പഴവും ബദാമും ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇടുന്നുണ്ട് ഗൈസ്. ഒരു മിനിറ്റേ, ചൂടുള്ളതുകൊണ്ട് ഈ പാത്രത്തിനെ തൊട്ടൂടല്ലോ. അപ്പം ഒന്ന് ഇത് ലെവൽ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ. ബദാം എടുത്തിട്ട് പഴങ്ങളെടുത്ത് കൈ കൊണ്ടന്നെ എടുത്തിടാം, ഇല്ലാണ്ട് എല്ലാ സ്ഥലത്തും ആവുമോയെന്നറിയില്ല. എന്നിട്ടിത് തണിയണം. തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അപ്പം പോലെ ഇങ്ങോട്ട് കിട്ടും ഈ സാധനം നമുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വിഭവം. അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ കിണ്ണത്തപ്പത്തിൻ്റെ മോഡലുള്ള ഒരു സാധനമാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് തണിയുമ്പോൾ നല്ല കണ്ടീഷനായിട്ട് ഇപ്പം കിട്ടുന്നുണ്ട. അപ്പോൾ അതാണ്, അധികം ചൂടാകുമ്പോൾ അതിന് പ്രശ്നമാണ്. അപ്പം അന്നേരം അവർ നല്ല എന്താ നല്ല അടിപൊളിയായിട്ടിപ്പോൾ ആ നെയ്യിൻ്റെ പത്തുള്ള ഇങ്ങനെയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ല ഇപ്പം. കണ്ടല്ലോ ഗൈസ്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒന്നും പറയാനില്ല. ഇതിൻ്റെ മുകളിലായതെല്ലാം ഞാൻ ഇതിലേക്ക് തന്നെ വെച്ച് എല്ലാം നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ ഈ കിണ്ണത്തപ്പത്തിൻ്റെ മോഡലുള്ള റെസിപ്പി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇതാ കാണുന്നുണ്ടോ? എല്ലാം കാണുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നു. ഞാൻ ഇത്രയും നേരം ആക്കിയതൊന്നും ആരും കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. ബായ്. ഇതാ പ്ലേറ്റിലേക്ക് തട്ടുന്നുണ്ടേ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ തിരിച്ച് വെക്കണം. ഇതാ ഗൈസ്, ഞാനിതാ ഈ പ്ലേറ്റിൽ നിന്ന് മറിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പീസായിട്ട് നമുക്ക് എടുത്തിട്ട് കഴിക്കാം. അടിപൊളിയായിട്ടുള്ള